ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത 10% മേറെയാണ്. 10.56% കടമാണ് കേന്ദ്രത്തിനുള്ളത്. ആണോ? ഭയങ്കര. സംസ്ഥാനങ്ങൾക്ക് പരമാവധി എടുക്കാവുന്ന കടം 3%. അതാത് സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റ് നന്നായിട്ട് അറിയായിരുന്നു ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ, അതായത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള അവരുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 3%. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കോവിഡാനന്തര കാലത്ത് വളരെ വേഗം മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്രകാരം കടബാധ്യതകൾ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമല്ല. എന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ധന ഉത്തരവാദിത്വ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന കടങ്ങൾ മാത്രമേ കേരളത്തിനുള്ളൂ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കേൾക്കുമാർ അങ്ങ് പറഞ്ഞത് ഈ ധന ഉത്തരവാദിത്വ നിയമം, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് 2003 നിയമപ്രകാരം നമുക്ക് എടുക്കാൻ കഴിയുന്നത് GSDPയുടെ 29% വരെയാണ്. നിലവിൽ അത് ഏതാണ്ട് കണക്ക് പ്രകാരം 37% എന്നുള്ളതാണ്. ഓഫ് ബജറ്റ് കടം കൂടി നോക്കുകയാണെങ്കിൽ 40%. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ധന ഉത്തരവാദിത്ത നിയമപ്രകാരമുള്ള കടം മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്നത്? അത് ഉത്തരം പറ. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകളുടെ ആകെ കടമാണ് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക്. കേരള സർക്കാരിന്റെ കടമല്ല. രാജ്യത്തെ ഗവൺമെന്റുകളുടെ ആകെ GDP കണക്കാക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും GSDPകളുടെ ഇത്ര ശതമാനം വെച്ച് കടബാധ്യത കണക്കാക്കി. ആ കടമായി പറയുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സ്വാഭാവികമായും ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ച കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു നിമിഷം ഞാൻ അതിലൊരു ക്ലാരിറ്റി വരുത്തി പോകട്ടെ. ശ്രീ BA പ്രകാശ്, അതായത് എവിടെ പോണു? വെള്ളം കുടിക്കണം. GDPയുടെ എന്നാണ് നമ്മൾക്ക് ഈ ധന ഉത്തരവാദിത്വ നിയമപ്രകാരം GSDPയുടെ 29% എടുക്കാം. അത് ഏറെക്കുറെ 37% എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുന്ന കണക്ക്. അത് രാജ്യത്തിന്റെ ആകമാനമാണോ അതോ സംസ്ഥാനത്തിന്റേതാണോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അതായത് ഇപ്പോൾ 2020-21 CAGയുടെ ഒരു കണക്കുണ്ട്, റിപ്പോർട്ടുണ്ട്. അവരെ കണക്കാക്കിയിരിക്കുന്നത് ഓഫ് ബഡ്ജറ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 40%. സംസ്ഥാന GSDPയുടെ ഒരു ശതമാനം വന്നിട്ടുണ്ടെന്ന് 2020-21 CAGയുടെ ഫൈനാൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അനിൽകുമാർ കേട്ടുവല്ലോ അല്ലേ? അതായത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് അങ്ങേക്ക് അത് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് നമ്മൾ എന്തോ എങ്ങനെ? അല്ലല്ല, ഞാൻ ഉത്തരം പറയാം. ഞാൻ ആധികാരികമായിട്ട് ഉത്തരം പറയുകയാണ്. ഈ CAG ആ വേല ഇങ്ങോട്ട് ഇറക്കണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BA പ്രകാശ് സാറും ആ വേല ഇറക്കണ്ട. നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്ത കടം, നാഷണൽ തെർമൽ പ്രൈവറ്റ് കോർപ്പറേഷൻ എടുത്ത കടം കേന്ദ്ര സർക്കാരിന്റെ കടത്തിൽ വരുമോ? ആ വേല ഇങ്ങോട്ട് വേണ്ട. 2 തരം കളി വേണ്ട. അത് ശരിയാണ്. അതിലൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉണ്ട്. ഞാൻ പറയട്ടെ. അല്ല, ഒരു നിമിഷം. അതുകൊണ്ടാണ് ഞാൻ എന്റെ സമയം കളയണ്ട. ആ കണക്ക് തെറ്റാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഒരു മാറ്റവും ഇല്ലല്ലോ. ഓഫ് ബജറ്റ് കടവും അല്ലാത്ത കടവും എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഏതാണ്ട് ഒരു 4.5 ലക്ഷം കോടിയുടെ കടം വരുന്നുണ്ട്. പെർ ക്യാപിറ്റ കടം എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് മൂടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫിസ്ക്കൽ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നു. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഏതാണ്ട് 23,000 കോടി രൂപ ഒരു വർഷം കേരളത്തിന് ഇല്ലാതെയാക്കുന്ന കേരള വിരുദ്ധമായ നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. പക്ഷേ കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിലെ സർക്കാരിനെ പരുവപ്പെടുത്തണം. അവര് ഇന്ത്യ രാജ്യത്ത് പൊതുമേഖല വിൽക്കുന്ന പോലെ ഞങ്ങൾ വിൽക്കണം. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞങ്ങൾ മോദിക്ക് കേരളത്തിലെ ഈ സർക്കാരും
അദാനിക്കും അംബാനിക്കും വിറ്റ് കൊടുക്കണം, അതിന് സൗകര്യപ്പെടുകയില്ല എന്ന് പറയുന്ന ഗവൺമെന്റ് ആയിട്ടുള്ളത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. മാധുവിന് ഞാൻ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? കേരളത്തിന്റെ കടബാധ്യതയോ 3.29 കോടി, യു പിയുടെ കടബാധ്യത 6.29 കോടി. ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ, ഇവനെ കൊന്നാലാ. യു പിക്ക് എന്താ പ്രത്യേകത? കേരളത്തോളം സ്റ്റേറ്റ് GDP ഇല്ല അവർക്ക്. ആഭ്യന്തര മൊത്ത വരുമാനം നോക്കിയാൽ യു പി പുറകിലാണ്. യു പിയുടെ GDP തമിഴ്നാട് 20.48 ലക്ഷവും കേരളത്തിന്റെ 9.9 ലക്ഷവുമാണ്. ശ്രീ അനിൽകുമാർ, ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അപ്പോഴെങ്ങനെയാണ്? അതായത് ഈ RBI ബുള്ളറ്റിനനുസരിച്ച് 5 സംസ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ യു പി ഇല്ലാത്തതിന് കാരണം അവരുടെ GSDPയുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ശതമാനത്തിലെ വ്യത്യാസം കൊണ്ടാണ്. അവിടെ 20.48 ലക്ഷമാണ് അവരുടെ GSDP എങ്കിൽ നമ്മുടെ 9.99 ആണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇതിനെല്ലാം പുറമെ നമ്മൾ KAS-നും IAS-നേക്കാൾ കൂടുതൽ ശമ്പള സ്കെയിൽ വേണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുകയാണ്. ഇത് ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്ന ആത്മവിശ്വാസം എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്ത് മോണിറ്റൈസേഷൻ ഓഫ് പൈപ്പ് ലൈൻ പദ്ധതി പ്രകാരം നമ്മുടെ പൊതുമേഖലയെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്, ദേശീയപാത വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. വിമാനത്താവളം വിൽക്കുന്നു, തുറമുഖം വിൽക്കുന്നു. ഇത്തരം ഒരു കച്ചവടവും കേരളത്തിൽ നടക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? കേരളം മാതൃകാപരമായിട്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. എന്റെ സമയമാണോ? എന്റെ സമയമാണോ ഇത്? അങ്ങയുടെ സമയമാണ് ശ്രീ അനിൽകുമാർ. പക്ഷെ അങ്ങ് ചോദിച്ചതിന് ഉത്തരം പറയണമെന്നൊരു അപേക്ഷ എനിക്ക് കൂടിയുണ്ട്. പറഞ്ഞിട്ടില്ല. എനിക്ക് സമയം അവസാനിക്കുന്നത് പേടിയില്ല. ഈ മാന്യതയുള്ളവരോട് ചർച്ചയ്ക്ക് ഇരിക്കുള്ളൂ. ഞാൻ പറയുമ്പോൾ മിണ്ടുന്നവരോട് ചർച്ചയ്ക്കില്ല. അതെന്റെ മര്യാദ. കേരളത്തിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ കൂട്ട് പറയാം, ഉത്തരം പറയുകയാണ്. എന്താ ബുദ്ധിമുട്ട്? കേരളം എന്ന് പറയുന്നത് ആരോഗ്യ മേഖല 1ാം സ്ഥാനത്തായത് ആരുടെ കുറ്റമാണ്? കേരളം വിദ്യാഭ്യാസ മേഖല 1ാം സ്ഥാനത്തായത് ആരുടെ നേട്ടമാണ്? ഈ സർവീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് മനുഷ്യവിഭവശേഷിയിൽ ഏറ്റവും മുന്നിൽ വന്ന സംസ്ഥാനമാണ് കേരളം. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അത് കേരളത്തിന്റെ മാതൃകയാണ്, കേരള മോഡൽ. ആ മോഡൽ നശിപ്പിക്കാൻ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. ഇതൊരു നടത്തു പോണ മാതിരില്ല. അവരെന്താ ചെയ്യുന്നത്? അവർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട, അവർ നിയമന നിരോധനം ഏർപ്പെടുത്തുന്നു. റെയിൽവേയിൽ നിയമനമില്ല, ബാങ്ക് പിരിച്ചുവിടുന്നു. ഞങ്ങളുടെ സമീപനം അതല്ല. കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ കൊള്ള, കോർപ്പറേഷൻ നികുതി ഇളവിനെ പറ്റിയൊക്കെ ഘോരഘോരം സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് ഈ ഫ്ലോറിൽ ഇരുന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കേന്ദ്ര ബജറ്റിന്റെ സമയത്തോ ധനപ്രതിനിധിയുടെ സമയത്തോ ഒക്കെ ചർച്ചയിലില്ല എന്നുള്ളത് പറഞ്ഞു വെക്കാതെ ശ്രീ അനിൽകുമാർ. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വരവ് ചിലവ് കണക്കിന്റെ ഏകീകരണമുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിക്ക് അത് ഇല്ലാതെ പോകുന്ന അടിസ്ഥാനപരമായ ചോദ്യം ചോദിക്കാതെ പോകാൻ കഴിയില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ശരി ശരി ശരി, എന്റെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. സംസ്ഥാനം ശരിയാവും. സംസ്ഥാനം തിങ്കളാഴ്ച ട്രഷറി തുറന്നാൽ ഓവർ ഡ്രാഫ്റ്റിലേക്കാണ്. വേസ് ആൻഡ് മീൻസ് കൂടി അവസാനിക്കുകയാണ്. 16,000 കോടി മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അത്ര തന്നെ ഓവർ ഡ്രാഫ്റ്റിലേക്കും എടുക്കാൻ പറ്റുകയുള്ളൂ. ഓവർ ഡ്രാഫ്റ്റിൽ ഓടാൻ കഴിയുന്നത് പ്രൊഡ്യൂസർ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.